ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കട്ട ഓഫ് റോഡാട്ടോ. ഇവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം. കാപ്പിക്കുരു ഇറങ്ങി പോവോ നോക്കി. ഇവിടെ എല്ലാം നല്ല തളർത്തി കിടന്നിട്ടും ഒരു മരം മാത്രം നോക്കി ഉണങ്ങിയിരിക്കുന്നല്ലേ. അടിപൊളി കാടിന് അടുക്കൂടെ പോകുന്ന അതേ അവസ്ഥ. ഹായ്, ടിജോയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ ആറക്കുളം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന പതിപ്പള്ളി മേമുട്ടം ഭാഗത്തേക്കാണ്. നമ്മളിപ്പോൾ ഒരു സ്കൂളിന്റെ മുമ്പിലാണ്, ഗവൺമെന്റ് ട്രൈബൽ യു പി സ്കൂൾ പതിപ്പള്ളി. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത്. വില്ലേജ് ബ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ദിലീപ് ബ്രോയ് ആണ്, വില്ലേജ് ടൂറിലെ. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയാണ് പതിപ്പള്ളി മേമുട്ടമൊക്കെ പോണേ അല്ലേ. അപ്പോൾ പോകുന്ന വഴിയിൽ എന്തൊക്കെയാണെന്ന് നോക്കാല്ലേ. അപ്പോൾ ഇത് ടാറിങ് റോഡല്ലേ നമ്മൾ പോകുന്ന വഴി. ഞങ്ങൾ പോകുമ്പോഴേക്കും കോൺക്രീറ്റ് റോഡാണ്. ഇത് പതിപ്പള്ളിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പതിപ്പള്ളിയാണ്. ഇവിടെയൊക്കെ കടയുണ്ട്. ഇവിടെ എല്ലാം ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ടേ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ കടയുണ്ട്, ഇവിടെ ഒരു കടയുണ്ട്. ഇതുണ്ടോ, ഇത് പതിപ്പള്ളിയിൽ നിന്ന് ഡാഡ് പോകുന്നൊരു വഴിയാണ്. ഇതുണ്ടോ, ഇതൊരു പഴയൊരു കെട്ടിടം. അതെന്ത് കടയായിരുന്നു തോന്നുന്നു അല്ലേ. എല്ലാം അപ്പുറത്തെ അത് ഏത് മലയായിരിക്കും ദിലീപ്? എലപ്പള്ളി എടാടൊക്കെ ആയിരിക്കും. ആ ഭാഗമായിരിക്കും. ഇവിടെ തൊട്ട് കോൺക്രീറ്റ് ആണ് കേട്ടോ. ബസ് വരുന്നത് ഇവിടെ വരെയാ. ബസ് വരുന്നത് ഇപ്പൊ നമ്മൾ കണ്ട അവിടെ വരെ ബസ് വരുന്നത്. രാവിലത്തെയും വൈകിട്ടത്തെയും KSRTC അവിടെ നിന്ന് സർവീസ് കിട്ടും. ഇവിടുന്ന് അങ്ങോട്ട് ഓഫ് റോഡ് യാത്ര. നേരത്തെ പക്ക ഓഫ് റോഡായിരുന്നു. ഇപ്പൊ പിന്നെ കോൺക്രീറ്റ് വഴിയായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. റോഡിനാണ് വീതിയില്ല അല്ലെ. ഏതൊരു 3 മീറ്റർ വീതി ഉണ്ടെന്നാണ് അല്ലേ. ഐറിഷോടെ ഒന്നും പണിയാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു കേട്ടോ. ഈ വഴിയൊക്കെ അടിപൊളിയാകുവാണെങ്കിൽ മറ്റേ ഒളിപ്പൂണിന്നൊക്കെ ഉള്ളവരെ വഴിയും ഇറങ്ങി കയറ്റമാണ്. അതെ, മുതുക്ക് കയറ്റം. ഈ ഒരു പോസ്റ്റ് നോക്കിയേ, അടുത്ത് നോക്കി റോഡിലോട്ട് ചാഞ്ഞ്. ശരിക്കും ഇങ്ങനെ മലമുകളിൽ ഇത്രയും നല്ല വഴി അപൂർവമാണ്. അതെ അതെ, അത്യാവശ്യം നല്ല കോൺക്രീറ്റാ. പണ്ട് ഞാൻ മറ്റേ ഒരു ജീപ്പേല് വന്നിട്ടുണ്ട് പിള്ളേരെ എടുക്കാൻ വേണ്ടി, നമ്മുടെ ഇസ്രായേൽ ജോസിന്റെ കൂടെ ഒക്കെ ഈ വഴിക്ക്. അത് പക്ക ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡാ. ഈ സ്റ്റിയറിംഗ് ഒക്കെ വെട്ടിത്തിരിവായിരുന്നു ഈ വഴിക്കൊക്കെ. ഇപ്പം കയറ്റാന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതെ അതെ, എവിടെ വരെ ഇങ്ങനെ ഉണ്ടാവുന്നത്. അതെ, മേള് വരെ ഉണ്ട്. ഞാൻ ഈ ഇടക്കാലത്തോടെ ഒന്ന് പോയായിരുന്നു. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് ആയതുകൊണ്ട് മഴക്കാലത്തൊക്കെ ഇറങ്ങി വരാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനൊരു വിഷയമുണ്ട്. ഇവിടെ ഒരുപാട് കൃഷിയുണ്ടെന്ന് തോന്നുന്നു അല്ലേ. കാപ്പിയുണ്ട്, കാപ്പിയൊക്കെ ഇതൊക്കെ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് വളവുണ്ടല്ലേ, വളവും തിരിവും മാത്രമല്ലേ. അതെ, അതും നല്ല. വലിയ പാടായിരിക്കും. അതെ അതെ, കച്ചേസ് കൊണ്ട് കയറി വരുമോ? വലിയ പാടാ. ആ വളമൊക്കെ തിരിഞ്ഞു കയറണം, തിരിച്ച് നിർത്തി തിരിക്കാൻ ചെയ്യണമെങ്കിൽ. വഴിക്ക് വീതി ഇല്ലാത്തോണ്ടേ അല്ലേ. ഇടയില്ല. ഈ പരിസരത്തൊക്കെ അത്യാവശ്യം ആൾക്കാർ താമസിക്കുന്നതല്ലേ, കുറെ വീടുകളൊക്കെ ഉണ്ട്. പുളിക്കൽക്കവല എന്ന് പറഞ്ഞു. ഇത് പഴയതൊരു കടയായിരുന്നു അല്ലേ, പുളിക്കൽക്കവല. ഇത് നോക്കി, ഈ വഴി നോക്കിയല്ലേ നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇങ്ങനെ പാറയൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കുന്നത്. ശരിക്കും വന്യമായ ഒരു അന്തരീക്ഷം പോലെ അല്ലേ. നല്ല മൂടലുണ്ട്. ഈ പതിപ്പള്ളി മലയുടെ ഒരു സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പൊട്ടമ്പടി മലയും, ഈ ഇതിന്റെ താഴ്ഭാഗം, ഒരു സൈഡ് താഴ്ഭാഗം എന്ന് പറയുന്നത് ചേറാടി ഭാഗമാണ്. ഇതിപ്പോ 2 മലയ്ക്കിടയ്ക്കാ ഈ മല നിൽക്കുന്നത്. പൊട്ടമ്പടി മല, പിന്നെ ഒന്ന് എലപ്പള്ളി എടാട് മല, പിന്നെ ഇത് പതിപ്പള്ളി. അതിന്റെ നടുക്കാണ് ഈ പതിപ്പള്ളി മല തലയുയർത്തി. പതിപ്പള്ളി മല നേരെ ചെന്ന് വാഗമണ് മലയായിട്ട് കൂടി ചേരും. അവിടെ ചെന്ന് പിന്നെ ഇങ്ങനെ വട്ടം കറങ്ങിയാൽ പോകും. ഇവിടെയാണ് മേമുട്ടം ജംഗ്ഷൻ എന്ന് വേണ്ടി പറയാം. കുറച്ചുകൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടക്കുന്ന് കാണാം കേട്ടോ. ഈ പ്രദേശത്തിന് പറഞ്ഞു വരാന്ന് തോന്നുന്നു, ചക്കിയ വരാന്ന് പറഞ്ഞു. ഇവിടെ അന്യവാഹനങ്ങൾക്ക് പ്രവേശനം ബോർഡൊക്കെ കാണാം. ഇതുണ്ട് ഇവിടെ
പ്രാക്കുളം പഞ്ചായത്തിന്റെ ഒരു കമ്മ്യൂണിറ്റി ഹാള് പോലെ ഒരു സംഭവമാണ്. കമ്മ്യൂണിറ്റി ഹാളാന്ന് തോന്നുന്നു. ഈ കോൺക്രീറ്റ് അവിടെ പോയി മുട്ടുവാണെങ്കിൽ, നമ്മുടെ ഉൾപ്പെടെ പോയി മുട്ടുവാണെങ്കിൽ കൂടുതൽ ആൾക്കാർ ഈ വഴിക്ക് വരും അല്ലേ? ഉൾപ്പുണി വരെ ഇല്ല, ഇനി കുറച്ച് ഭാഗം വരെ ഉള്ളൂ. ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. ഇതെന്താ മുട്ടക്കുന്നുകൾ ഉണ്ടോ? നല്ല രസമല്ലേ കാണാൻ? വഴി ശരിക്കും തെളിഞ്ഞാണല്ലോ. ഇതിന്റെ ഈ മലയുടെ അങ്ങേ സൈഡ് കാണുന്ന DC കോളേജ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ DC കോളേജ് കാണുന്നത്. പുള്ളിക്കാനം ഭാഗം. അവിടെയൊക്കെ വീട് എന്തോ പണിയുന്നുണ്ടോ? ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തേയിലത്തോട്ടം കാണാം. ഇതുണ്ട് അവിടെയൊക്കെ തേയിലത്തോട്ടം കാണാം. ഇതൊഴികെ ക്ലൈമറ്റ് അങ്ങ് മാറിയില്ലേ? നല്ല തണുപ്പായില്ലേ? നല്ല പൊരി വെയിലെത്തുന്ന കയറിയ അവസ്ഥയും. ഈ വഴിക്ക് ഓഫ് റോഡ് ജീപ്പൊക്കെ കയറി പോകുന്നത്. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. ഇടയ്ക്ക് ഫോറസ്റ്റുകാർ തടയുകയൊക്കെ ചെയ്താൽ. ഇവിടം വരെ ഉള്ളൂ കോൺക്രീറ്റ്. നോക്കി ഇവിടെ എല്ലാം നല്ല തളർത്ത് കിടന്നിട്ടും ഒരു മരം മാത്രം നോക്കി ഉണങ്ങിയിരിക്കുന്നേ അല്ലേ? അപ്പൊ ഈ വഴിക്ക് അങ്ങ് പോയാല് നമുക്ക് ആശ്രമം പോകുന്ന വഴിക്ക് പോവാം കേട്ടോ. ഈ മൊത്തം കട്ട ഓഫ് റോഡാ. ഇവിടേക്ക് ജീപ്പുകൾ കയറി വരുന്നെന്ന് തോന്നുന്നു. കട്ട ഓഫ് റോഡാന്ന് തോന്നുന്നു. ഒരു സൈഡ് മലയിഞ്ചി. നമ്മുടെ ഈ പ്രദേശം തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയിഞ്ചി കൃഷി ചെയ്യും. എനിക്ക് അവിടെ എല്ലാം സാരി ചുറ്റി വെച്ചിട്ടുണ്ട്. കാട്ടുപന്നി ഓടിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. കാട്ടുപന്നി രാത്രി വരുമ്പോഴത്തേക്ക് സാരി കണ്ടു കഴിഞ്ഞാൽ കാട്ടുപന്നിക്ക് പേടിയാണ്. ഇതൊക്കെ ഒരു കെട്ടിടം. നോക്കി കാപ്പിക്കുരു ഇറങ്ങി പോവോ? ഇറങ്ങിയൊക്കെ പൊക്കോളും. ബ്രേക്ക് ഇല്ലാത്ത കുഴപ്പമില്ല. ബ്രേക്കില്ലേ? അടിപൊളി. ഈ പ്രദേശത്ത് കൂടുതലും കാപ്പി കൃഷി ഉണ്ടെന്ന്, ഏലം ഉണ്ടെന്ന് കേട്ടോ. ഏലം അവിടെ ഉണ്ട്. ഇറങ്ങണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇവിടെ മുഴുവൻ കാപ്പിയാ. പക്ക കാടിനകത്തോടെ പോകുന്ന പോലെ അല്ലേ? ഈക്കോടെ ലൊക്കേഷൻ വല്ല ഇവിടെയാണോ? ഈക്കോടെ ലൊക്കേഷൻ വല്ല ഇവിടെയാണോ? അറിയാൻ പറ്റത്തില്ല. നമ്മള് കാണാത്ത സ്ഥലമാണ് അതൊക്കെ. കുറെ ഭാഗങ്ങൾ ഇവിടെ വീടൊക്കെ ഉണ്ട്. നീലക്കുറിഞ്ഞി പൂത്തേക്കുന്നതാണ്. ഇതിന്റെ പേരെന്നാ? മരത്തിന്റെ ചെടിയുടെ പേരറിയാവോ? പൂക്കളുള്ള മരത്തിലുണ്ടാകുന്ന നീലക്കുറിഞ്ഞി. ഓക്കെ, റച്ച് കാപ്പിക്കുരു. പക്ക നാട്ടുവഴിയല്ലേ? അവിടെ വീട്ടുണ്ട്. ഇവിടെ വീട്ടുകാരുണ്ട് കേട്ടോ. ഫ്രഷൊക്കെ വരുമോ? അടിച്ചോണ്ട് വരും. നിത്യാഭ്യാസി ആന എടുക്കുമെന്ന് പറഞ്ഞ പോലെ സ്ഥിരം വരുന്നവർക്ക് ഇതൊക്കെ ഒത്തിരിയല്ല. കുഴപ്പമില്ല. ഈ വഴി വലിയ കുഴപ്പമില്ലല്ലേ? ഇവിടെ ചില സ്ഥലങ്ങളിലാണ് വിഷയം. കുറച്ചിടം ഈ മഴ പെയ്ത് കഴിയുമ്പോഴേ ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അടിപൊളി. അടിപൊളി. കാടിന് അടുത്തോടെ പോകുന്ന അതേ അവസ്ഥ. കാട് പോലെ ആണെങ്കിലും ഒരുപാട് കൃഷിയുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കാപ്പിയാണ് തോന്നുന്നു. കാപ്പി, കുരുമുളക്. അതെ, ഇവിടെ ഒരു വീട്. നന്നായിട്ട് വിളകളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് അല്ലെ? നല്ല തണുപ്പ്, നല്ല ക്ലൈമറ്റ്, കാലാവസ്ഥയും നല്ല മണ്ണും. തണുപ്പ് കൂടുതലല്ലേ, അതുകൊണ്ട് ഈ കാപ്പിയും കുരുമുളകൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഏലമില്ല. ഏലമുണ്ട്, ഏലമുണ്ട്. വരുന്ന ഒരിക്കൽ ഏലം കണ്ടായിരുന്നു. ഏലം കുറച്ചേ ഉള്ളൂ തോന്നുന്നു. ഇതൊക്കെയാണ് നമ്മുടെ അർക്കുളം പഞ്ചായത്തിലെ നാട്ടുവഴികൾ അല്ലെ? ശരിക്കും നമ്മുടെ നാട്ടുവഴിയല്ല, കാട്ടുവഴി. കാട്ടുവഴി.
ശരിക്കും നമ്മുടെ പഞ്ചായത്തില് രണ്ടു തരം കാലാവസ്ഥ ഉണ്ട് തോന്നുന്നല്ലേ? ആ. നല്ല ചൂടുള്ള കാലാവസ്ഥയുണ്ട്, ഇതുപോലെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയുണ്ട്. വാവ്. അതെ, ഇവിടെ കോൺക്രീറ്റ് ആട്ടോ. അടിപൊളി. കുത്തിറക്കാട്ടോ. ഇവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം അല്ലേ? ചേച്ചിമാരൊക്കെ തൊഴിലുറപ്പിയോ പോകുന്നുണ്ട്. ഇതെന്താ മുഴുവൻ മലയിഞ്ചി അല്ലേ? ഒരു സൈഡ് മലയിഞ്ചി. മലയിഞ്ചിയാണോ? മലയിഞ്ചി. ഈ വഴി അവിടെ തന്നെ ആട് ഇപ്പെടുന്നവരെ കവന്തക്ക് കയറി പോകുന്ന വഴിക്ക് ടാറിങ് തീരുന്ന വഴിയില്ലേ? അവിടെ നിന്ന് കാണുന്ന ആ വഴി രണ്ടായിട്ട് തിരിയും. ഒന്ന് മേലോട്ട് കവന്തയ്ക്ക് വന്ന വഴിയും ഒന്ന് വലത്തേക്ക് കിടക്കുന്ന വഴിയില്ലേ? ആ വലത്തേക്ക് കിടക്കുന്ന വഴിയായിരുന്നു. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കട്ട ഓഫ് റോഡാട്ടോ. ഇവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം. പെട്ടെന്ന് ആശുപത്രി കേസിട്ടൊക്കെ വന്നുമ്പോഴല്ലേ വിഷയം അല്ലേ? ജീപ്പൊക്കെ കയറി പോകും. ജീപ്പ് കയറി വരും. ജീപ്പ് കയറും. ജീപ്പ് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മള് ആശ്രമത്തിൽ നിന്ന് അല്ലെങ്കിൽ മൂലോടത്ത് നിന്ന് കയറി വരുന്ന വഴിയുണ്ടല്ലോ, കവന്തയ്ക്ക് ഉൾപ്പുണിക്കൊക്കെ പോകുന്നത്. ആ വഴിയാണ് കാണുന്നത് കേട്ടോ. അവിടെ വൺ സൈഡ് കൊക്കയാ. ഇവിടെ നോക്കിയതേ കാപ്പിക്കൊരു പഴുത്ത് നിൽക്കുന്നു. ഇത് ഏലം കണ്ടോ? ഏലം. അതേ കാലത്തെ ഓലമേഞ്ഞ ചായ്പുണ്ട് കണ്ടോ. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഒളിപ്പൂണി. അങ്ങനെ രണ്ട് വഴികൾ സംഗമിക്കുന്ന സ്ഥലം. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പതിപ്പള്ളി സ്കൂളിന്റെ അവിടെ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത്. മൂലോട്ട് നമ്മൾ പതിപ്പള്ളി സ്കൂളിൽ വന്നു. പതിപ്പള്ളി സ്കൂളിന്റെ അവിടെ നിന്ന് നമ്മൾ ആദ്യം നല്ല വഴികളായിരുന്നു. അത് കഴിഞ്ഞ് കോൺക്രീറ്റ് വഴിയായി, കുറേ കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ള വഴികളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഓഫ് റോഡിലോട്ട് കയറി കേട്ടോ. മേമുട്ടം കാലം വന്നിട്ട് മേമുട്ടത്തിന്റെ അവിടെ നിന്നിട്ട് നമ്മൾ ഓഫ് റോഡിലൂടെയാണ് നമ്മൾ ഈ വഴിക്ക് ഇറങ്ങി വന്നത്. നിങ്ങൾ വീഡിയോ കണ്ടതാണല്ലോ. അപ്പം ഇതേ നമ്മളങ്ങനെ മേമുട്ടം കവലയിലെത്തി കേട്ടോ. ഇനി ഇതേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മൂലമറ്റം കോട്ടമൽ റോഡിലെ കവന്തയ്ക്ക് പോകുന്ന വഴിയാണ്. ഈ ഒരു 1.5 കിലോമീറ്ററോളം ഈ റോഡ് ടാർ ചെയ്യാനുണ്ട്. അത് ഈ അടുത്ത കാലത്ത് ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. ടെൻഡറൊക്കെ ആയിരിക്കുന്നതാണ്. പണിയൊക്കെ അവർ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തിട്ട് പോയതാണ്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം ഇവിടെ കൊണ്ട് നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ റിസ്ക് പിടിച്ചൊരു വഴിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ.